ഇനി 22-ാം അധ്യായം 1-2 വചനങ്ങൾ. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിന്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. നഗരവീഥിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ്. ഈ ഒരു കാര്യം നമ്മൾ കാണുന്നത് എസെക്കിയേൽ 47:1 പിന്നെ അവൻ എന്നെ ദേവാലയ വാതിൽക്കലേക്ക് തിരികെ കൊണ്ടുവന്നു. അതാ ദേവാലയ പൂമുഖത്തിന്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളം ഒഴുകുന്നു. ദേവാലയത്തിന്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവാലയ പൂമുഖത്തിന്റെ വലത്തുഭാഗത്ത് ബലിപീഠത്തിന്റെ തെക്കുവശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. സക്രിയ 14:8-9 അന്ന് ജീവജലം ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് പകുതി കിഴക്കേ കടലിലേക്കും പകുതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് വേനൽക്കാലത്തും ശീതകാലത്തും ഒഴുകിക്കൊണ്ടിരിക്കും. കർത്താവ് ഭൂമി മുഴുവന്റെയും രാജാവായി വാഴും. അന്ന് കർത്താവ് ഒരുവൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, അവിടുത്തേക്ക് ഒരു നാമം മാത്രവും. ഈ റിവറിന്റെ അടുത്താണ് ട്രീ ഓഫ് ലൈഫ് ഉള്ളത്. ഇത് നമുക്ക് ഏഷ്യ 47:12 നമുക്ക് കാണാൻ സാധിക്കും. ചെറുപ്പം മുതലേ നീ അനുവർത്തിച്ചിരുന്ന മാന്ത്രിക വിദ്യകളും ക്ഷുദ്രപ്രയോഗങ്ങളും തുടർന്നു കൊള്ളുക. അതിൽ നീ വിജയിച്ചേക്കാം. ഭീതി ഉളവാക്കാനും നിനക്ക് കഴിഞ്ഞേക്കാം. ഈ പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സങ്കീർത്തകൻ 1:3 നമുക്ക് വായിക്കാൻ സാധിക്കും. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ജെറമിയ 17:8 അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഉൽപ്പത്തി 49:22 നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അതിന്റെ ശാഖകൾ മതിലിനു മീതെ പടർന്നു നിൽക്കുന്നു. എസെക്കിയേൽ 19:10 നിന്റെ അമ്മ ജലാശയത്തിനടുത്ത് നട്ടിരിക്കുന്ന മുന്തിരിച്ചെടി പോലെയാണ്. ധാരാളമായി വെള്ളം കിട്ടിയതുമൂലം അത് വളർന്ന് ശാഖകൾ വീശി നിറയെ ഫലം പുറപ്പെടുവിച്ചു. ഈ പറയുന്ന ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. ഇതുവരെ രക്ഷ പ്രാപിക്കാൻ ആൾക്കാര് ജെറൂസലത്തിലേക്കാണ് പോയിരുന്നത്. ഇപ്പോ അതിൽ നിന്ന് ജലം ഇങ്ങോട്ട് വരാണ് ചെയ്യുന്നത്. വാട്ടർ ഈസ് കമ്മിങ് ടു യു. ഇത് സൂചിപ്പിക്കുന്നത് സഭ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞു. അതിലൂടെ ഗ്രേസ് ഫ്ലോ ചെയ്യാണ്. സാക്രമെന്റ്സ് എന്ന് പറയുന്നത് ഗ്രേസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സാക്രമെന്റ്സ് സ്വീകരിക്കണമെങ്കിൽ എന്തുണ്ടാകണം? റിപ്പൻറ്റൻസ് ഉണ്ടാകണം, ഫെയ്ത്ത് ഉണ്ടാകണം, ഹോപ്പ് ഉണ്ടാവണം, ചാരിറ്റി ഉണ്ടാവണം. എന്താണ് ഈ ട്രീ ഓഫ് ലൈഫ്? അത് ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ആണ്. ഇതിൽ നിന്ന് ഓൾ സീസൺ ആണ് ഫ്രൂട്ട് പുറപ്പെടുപ്പിക്കുന്നത്. ആ ഫ്രൂട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഈ ക്രോസ് ഓഫ് ക്രൈസ്റ്റിലൂടെ ആണ് ക്രിസ്തു ഈ പാപത്തെ മുഴുവൻ അതിജീവിച്ച് പുതിയ ജീവൻ നൽകിയത്. അതാണ് നമുക്കുള്ള ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെയാണ് യൂക്രിസ്റ്റ് ആണ് ശരിക്കും നമുക്കുള്ള ഈ യൂണിയന്റെ ഏറ്റവും ക്ലൈമാക്സ്. നമുക്ക് ലോക അവസാനത്ത് എന്ത് സംഭവിക്കുന്നോ അതാണ് നമുക്ക് എല്ലാ ദിവസവും കുർബാനയിൽ സംഭവിക്കുന്നതും അങ്ങനെ നമ്മൾ നിത്യജീവന് അവകാശമാവുകയും ചെയ്യുന്നത്. വെളിപാട് 22
3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ വായിക്കും. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഉണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല. ദീപത്തിന്റെ വെളിച്ചമോ സൂര്യന്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അവർ എന്നേക്കും വാഴും. നമുക്ക് ആദ്യം ആത്മാവിലുള്ള ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ റോമ 8:1 നമ്മൾ വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് എപ്പോഴും എന്താണുള്ളത്? ബ്ലെസ്സിങ് ആണുള്ളത്. കേഴ്സ് ഇല്ല. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ കണ്ടിന്യൂവേഷൻ പോലെ നമുക്ക് ദൈവമായിട്ടൊരു ഫുൾ കമ്മ്യൂണിയൻ സംഭവിക്കുന്നത് എന്താന്ന് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫേസ് കാണുമ്പോഴാണ്. അതാണ് പെർഫെക്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ആ പെർഫെക്റ്റ് ഹാപ്പിനെസ്സിലേക്കാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ മുഖം കാണണം. ഇനി നമുക്ക് സങ്കീർത്തനം 11 4 7 വായിക്കാം. കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ മനുഷ്യ മക്കളെ കാണുന്നു. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു. ദുഷ്ടരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധകവും വർഷിക്കും. അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും. കർത്താവ് നീതിമാനാണ്. അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. ഇതേപോലെയുള്ള വചനങ്ങളാണ് സങ്കീർത്തനം 27:4 സങ്കീർത്തനം 42:2 നമ്മൾ വായിക്കുന്നത്. ഇതിനുള്ള വെർത്തിനെസ് എന്ന് പറയുന്നത് ബാപ്റ്റിസമാണ്. ഇനി നമുക്ക് വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 6-7 വചനം വായിക്കാം. അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തന്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ. ഇത് ശരിക്കും ഒരു കൺക്ലൂഡിങ് മെസ്സേജ് ആണ്. കാരണം വെളിപാട് 1:3 നമ്മൾ വായിച്ചു. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ എന്തെന്നാൽ സമയം. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. Blessed is he who keeps the words of the prophecy of this book. അങ്ങനെ ഇതൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ഇനി വെളിപാട് 22-ന്റെ 8-9 വചനം വായിക്കാം. യോഹന്നാനായ ഞാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു. ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്ന ദൂതനെ ആരാധിക്കാൻ ഞാൻ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാക്കുന്നവരുടെയും സഹദാസനാണ്. ദൈവത്തെ ആരാധിക്കുക. ഇവിടെ ജോൺ തന്നെ സാക്ഷിയാക്കുകയാണ്. ഐ ജോൺ ഹാം ഹി ഹു ഹേർഡ് ആൻഡ് സോ ദീസ് തിങ്സ്. ഇതേ കാര്യം തന്നെയാണ് ജോൺ 1 യോഹന്നാൻ 1:1-2 പറയുന്നത്. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങൾ അത് കണ്ടു,
അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോട് കൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. പിന്നെ ഇവിടെ നമ്മൾ കാണുന്നതാണ് ഫെലോ സെർവന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫെലോ സെർവന്റ് എന്ന് പറയുന്നതിൽ നമുക്ക് കിട്ടുന്ന ഒരു വെളിച്ചം ഇതാണ്: ദൈവം അവിടത്തെ അനുഗമിക്കുന്നവരെ മാലാഖമാരുടെ ലെവൽ വരെ എത്തിച്ചേരുന്നതാണ്. അങ്ങനെ അവിടത്തെ ഈ മാലാഖമാരോട് കൂടെ നിന്ന് സ്തുതിക്കാൻ യോഗ്യരാക്കുന്നു. ഇനി നമുക്ക് വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വചനങ്ങൾ വായിക്കാം. വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലത്തവനും, ആദിയും അന്തവും. അപ്പോൾ ദാനിയേലിന് കൊടുത്തത് അത് മുദ്രിതമാക്കി വെക്കാനാണ്. അത് നമുക്ക് ദാനിയേൽ 12:4 വായിക്കാൻ സാധിക്കും. ദാനിയേലെ, അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക. അനേകർ അങ്ങുമിങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വെളിപാട് 22:12 വായിക്കൂ. ഞാൻ വേഗം വരുന്നു. എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. സഭാപ്രസംഗൻ 12:14 വായിക്കാം. നല്ലതോ ചീത്തയോ ആയ ഏതു നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിനു മുമ്പിൽ കൊണ്ടുവരും. അപ്പൊ ഇവിടെ ജീസസ് വളരെ ക്ലിയർ ആക്കുകയാണ്. അതായത് he himself is the all powerful God who will sit in judgment of them, identifying himself as the Alpha and Omega. ഇനി നമുക്ക് വെളിപാട് 22:14-15 വായിക്കാം. ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. അതിനാൽ തന്നെ വളരെ ക്ലിയർ ആണ്. ഈ ശുദ്ധീകരണം സംഭവിക്കുന്നതും അതിന്റെ പൂർത്തിയാകുന്നതും സാക്രമെന്റ് ഓഫ് ബാപ്റ്റിസത്തിലൂടെയും ഹോളി യൂക്രിസ്റ്റിലൂടെയാണ്. അങ്ങനെയുള്ളവര് ആ സ്വർഗീയ രാജ്യത്ത് പ്രവേശിക്കും, അല്ലാത്തവര് നരകത്തിലും എത്തും. ഇനി നമുക്ക് 16-ാം വചനം വായിക്കാം. യേശുവായ ഞാൻ സഭകളെ കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും സന്തതിയുമാണ്. പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം, ആത്മാവും മണവാട്ടിയും പറയുന്നു. ഇവിടെ ആർക്കാണ് ഈ മെസ്സേജ് കൊടുക്കുന്നത്? ചർച്ചസിന് വേണ്ടിയിട്ടാണ്. ചർച്ചസിന് എന്താണ് ഈ മെസ്സേജ് കൊടുക്കുന്നത്? ഇസ്രായേല് അൺഫെയ്ത്ത്ഫുൾ ആയിരുന്നു,
അതിന്റെ പരിണത ഫലമായിട്ട് അതിനൊരു ജഡ്ജ്മെന്റ് ഉണ്ടായി. അപ്പോൾ ഈ ക്രിസ്ത്യൻ ചർച്ചസ് 7 ചർച്ചസിനും വാണിംഗ് കൊടുക്കുകയാണ്, നിങ്ങളും റിപ്പന്റ് ചെയ്തില്ലെങ്കിൽ അവസാനം ഇതുപോലെ വിധിക്കപ്പെടും. പിന്നെ ഒന്നുള്ളത് ഒരു പ്രത്യാശയുടെ ഒരു കാര്യമാണ്. ഏശയ്യ 11:1 വായിക്കാം. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളർത്തു വരും, അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർക്കും. ഏശയ്യ ഇത് പറയുമ്പോ ഡേവിഡിക് കിങ്ഡം നശിക്കും എന്നുള്ളത് കാണുകയാണ്. അത് സംഭവിക്കുകയും ചെയ്തു 586 BC-യിൽ. ബാബിലോണിയൻസ് കിങ് സെദെക്കിയയെയും ആളുടെ പുത്രന്മാരെയും കൊല്ലുന്നു. അതിനുശേഷം യഹൂദരെ ക്യാപ്റ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു. ജെസ്സെ, ഫാദർ ഓഫ് ഡേവിഡ്, ഈ ഡേവിഡിന്റെ സൺസ് എല്ലാം കില്ല് ചെയ്യപ്പെട്ടു. ഇനി ആരുണ്ടാകും എന്നുള്ള ഒരു നിരാശയാണ് അവിടെ പറയുന്നത്. പക്ഷെ ഏശയ്യ ദർശനത്തിൽ പറയുകയാണ് കിങ്ഡം ഡിഫീറ്റ് ആവില്ല, അത് ഭാവിയിൽ ജീസസിലൂടെ ആ കാര്യം ഫുൾഫിൽ ചെയ്യാണ്. അങ്ങനെ ജീസസ് പുതിയൊരു യുഗം തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വെളിപാടിന്റെ 22-ാം അധ്യായം 17-ാം വചനം വായിക്കാം. പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം, ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക. ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ദൈവമായിട്ടുള്ള പൂർണ്ണമായ ഐക്യത്തിനുള്ള ഇൻവിറ്റേഷൻ ആണ് ഉള്ളത്. ഇനി നമുക്ക് 18 മുതൽ 21 വരെയുള്ള വചനങ്ങൾ വായിക്കാം. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവന്റെ മേൽ അയക്കും. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവന്റെ വൃക്ഷത്തിലുമുള്ള അവന്റെ പങ്ക് ദൈവം എടുത്തു കളയും. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ, ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കർത്താവായ യേശുവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇതേപോലെ തന്നെ ഒരു വാണിംഗ് ആണ് നമുക്ക് നിയമാവർത്തനം 4:2 കാണാൻ സാധിക്കുന്നത്. ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. ഇവിടെ നമ്മൾ 22-ാം അധ്യായത്തിൽ 20-ഉം 21-ഉം വാചനത്തിൽ ഏറ്റവും അവസാനം പറയുന്ന കാര്യം ആമേൻ എന്നാണ്. ഏറ്റവും അടുത്തുള്ളൊരു സംഭവം അവിടെ ഹീസ് കമ്മിങ് ഇൻ ദ ഇയർ 70 വിത്ത് ദ ജഡ്ജ്മെന്റ് ഓൺ ജെറുസലം. ഇതായിരുന്നു പ്രതീക്ഷ. ഹി ഈസ് ഓൾസോ കമ്മിങ് സൂൺ ഇൻ ദ നെക്സ്റ്റ് സെലിബ്രേഷൻ ഓഫ് ദ യൂക്രിസ്റ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിസ് കമ്മിങ് ഇൻ ദ യൂക്രിസ്റ്റ് മേക്സ് ദാറ്റ് കമ്മിങ് പ്രസന്റ് ടു us today. പക്ഷെ ജീസസിന്റെ വരവിനെ കുറിച്ച് നമ്മൾ കുർബാനയിലാണെങ്കിലും ഇനി വരാനുള്ള സമയത്താണെങ്കിലും ദൈവത്തെ അനുഗമിക്കുന്നവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ആനന്ദിക്കുകയാണ് വേണ്ടത്, അവിടുന്ന് വരട്ടെ. കാരണം അപ്പോഴാണ് ദൈവത്തിന്റെ പദ്ധതികൾ പൂർണ്ണമാകുള്ളൂ. അപ്പൊ അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം.